വോട്ട് പ്രദക്ഷിണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് വടകരയിലാണ്, കടത്തനാടിൻ്റെ മണ്ണിൽ. ഈ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി LDF നിയോഗിച്ചിരിക്കുന്നത് MK ഭാസ്കർ എന്ന് പറയുന്ന RJDയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ഭാസ്കരേട്ടൻ മണ്ഡലത്തിൽ സുപരിചിതനാണ്, വളരെ സജീവമായി ഈ മേഖലകളിലൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം നടത്തുന്ന നേതാവാണ്. അപ്പോൾ എങ്ങനെയാണ് വടകരയിലെ ജനങ്ങൾ ഭാസ്കരേട്ടനെ സ്വീകരിക്കുന്നത്, വരവേൽക്കുന്നത്? തീർച്ചയായും നല്ല പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 ദിവസങ്ങളായി ഞങ്ങൾ നടത്തിയ ഒന്നാംഘട്ട പര്യടന പരിപാടി വളരെ ആവേശപൂർവ്വമാണ് വോട്ടർമാർ ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ട 5 വർഷം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ആവേശപൂർവ്വമുള്ള സ്വീകരണ പരിപാടിയാണ് നൽകിയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത്? ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 2 ടേമിലായി നടത്തിയിട്ടുള്ള 10 വർഷമായി നടത്തിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രത്യേകമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും, എല്ലാ മേഖലകളിലും നടത്തിയിട്ടുണ്ട്. അതായത് ഒരു കാര്യം, ഈ വടകരയിൽ ഇപ്പോൾ കേരളം മുഴുവൻ വലിയ വികസനം വരുമ്പോൾ അതിന് ആനുപാതികമായൊരു വികസനം വടകരയിൽ വന്നിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. എണ്ണപ്പെട്ട ഒരു കാര്യവും ഇന്നതാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ ആ ജനപ്രതിക്ക് സാധിച്ചില്ല. അപ്പോൾ അത് ഇവിടെ സജീവമായ ചർച്ചാ വിഷയമാണോ? തീർച്ചയായും. ഹാർബറിൻ്റെ പ്രശ്നം വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അവിടെ ചെന്നപ്പോൾ UDFൻ്റെ പ്രവർത്തകരോട് അങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രതികരണം, ഈ 5 വർഷക്കാലം വടകരയിൽ വികസനം നടത്താതിൻ്റെ പ്രശ്നങ്ങൾ അവരവിടെ പറഞ്ഞു. പിന്നെ നല്ല പ്രതികരണമല്ല വോട്ടർമാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ നാട്ടിലൊക്കെ പോകുമ്പോൾ, ഗ്രാമീണ മേഖലകളൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഭാസ്കരൻ അവരുടെ ഒരു പൊതു സ്വീകാര്യത? ഒരുപാട് കാലങ്ങളായി പരിചയമുള്ള നാട്ടുകാരാണല്ലോ അവിടെയൊക്കെ ഉള്ളത്. അവിടെ ഞാൻ 3 ടേമിൽ പഞ്ചായത്തിൽ, ഏറാമല പഞ്ചായത്തിൽ പ്രസിഡൻ്റായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ 5 വർഷം ഉണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ 5 വർഷം വേറെ ഉണ്ടായിരുന്നു. എന്നെ അറിയാവുന്ന ആളുകൾ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടാണല്ലോ കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ പോയിച്ചിട്ടുള്ളത്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇടപെട്ടിട്ടുള്ളത് വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ. അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ വടകര മണ്ഡലം എന്ന നിലക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളിൽ അറിയുന്നവരാണല്ലോ. അപ്പോൾ ആ ഒരു സ്വീകാര്യത നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കടത്തനാടിൻ്റെ പോരാട്ട മണ്ണിൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ്. ഒരു സംശയമില്ല, ഈ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിന് തന്നെ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് ഭാസ്കരേട്ടൻ്റെ ഒരു ഉറപ്പ്. അപ്പോൾ വടകരയിൽ നിന്നും ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം PV കുട്ടൻ.